ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ലൂബ്രിക്കേഷൻ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഉത്തേജന സമയത്ത് ഊറി വരുന്ന ഓയിൽ പോലത്തെ ലൂബ്രിക്കേഷൻ. ചിലർക്ക് ഇത് ആ സമയത്ത് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും, ചിലർക്ക് കുറവായിരിക്കും. ആക്ച്വലി സ്ത്രീയിലും പുരുഷനിലും സംഭവിക്കുന്ന ഈ ലൂബ്രിക്കേഷൻ ഒരു തെളിവാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നു, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. എന്ന് വെച്ചാൽ കളിക്കുന്ന രീതി ശരീരത്തിന് മനസ്സിന് ഇഷ്ടപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പുരുഷനെ സംബന്ധിച്ച് ആ ലിബിഡോ വരുമ്പം തന്നെ ചെറുതായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് കുറവുള്ളവരെ സംബന്ധിച്ചും കൂടുതലുള്ളവരെ സംബന്ധിച്ചും വ്യത്യസ്തമായ കാരണങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ആക്ച്വലി കളി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുരുഷന്മാരിലും ഇതിങ്ങനെ ഒലിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ സ്ത്രീക്കായാലും പുരുഷനായാലും ബ്ലഡ് സർക്കുലേഷൻ കൂടിയെങ്കിലേ ലൂബ്രിക്കേഷൻ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് സ്റ്റിമുലേഷൻ കൂടുതൽ കിട്ടുന്നിടത്ത് അത് കൊടുത്താൽ ലൂബ്രിക്കേഷൻ നന്നായിട്ട് വരും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് 4 ഭാഗങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ഒന്ന് കഴുത്തിൻ്റെ ഭാഗം, മറ്റൊന്ന് മുലഞ്ഞെട്ടുകൾ, അടുത്തത് വയറ് ഭാഗം, മറ്റൊന്ന് നമ്മുടെ തൈസിൻ്റെ ഇന്നർ വശം, തുടയുടെ അകവശം. ഈ 4 ഭാഗത്തും നന്നായിട്ട് സ്റ്റിമുലേഷൻ കൊടുത്താൽ പെട്ടെന്ന് ലൂബ്രിക്കേഷൻ വരും. അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ പുരുഷൻ്റെ ചുണ്ടുകൊണ്ട്, നാക്ക് കൊണ്ട്, അതുപോലെ പല്ലുകൊണ്ട് ചെറുതായിട്ട് കടിച്ച് ഒക്കെ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ പുരുഷൻ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്ത്രീ അവരുടേതായ ഒരു ഫാൻറ്റസി കണ്ടെങ്കിലേ അതിനകത്തൊരു രസമുള്ളൂ. ഞാൻ പറയുന്നത് മറ്റുള്ള ചിന്തകളെല്ലാം മാറി, ടെൻഷൻസൊക്കെ മാറി, മൈൻഡ് ഫ്രീ ആയെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ. ചിലർക്ക് ഈ സമയത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടം, അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് കിടക്കുന്നതാണ് താല്പര്യം. ഇപ്പം ലൈംഗികതയിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ഇഷ്ടപ്പെട്ട, എന്നുവെച്ചാൽ കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ കിട്ടുന്ന ചില രീതികൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പൊസിഷനുകൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീ ആയാലും പുരുഷനായാലും സാധാരണ പെരുമാറുന്ന രീതിയിലല്ലല്ലോ ഈ സമയത്ത് പെരുമാറുന്നത്. സംസാരത്തിനകത്തൊരു മാറ്റം വരും, അതുപോലെ മുഖത്തിൻ്റെ ഭാവത്തിനകത്തൊരു മാറ്റം വരും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടല്ലോ ഈ സമയത്ത്. അതുപോലെ ഈ സമയത്ത് മാത്രം സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ രുചിയുള്ള ഭക്ഷണം കാണുമ്പോൾ അത് തിന്നാനായിട്ട് വായിൽ വെള്ളം വരത്തില്ലേ എന്ന് പറഞ്ഞ പോലുള്ളൊരവസ്ഥയാണിത്. അതുപോലെ ചില കാര്യങ്ങൾ അവരുടെ ശരീരത്തിനെ മനസ്സിനെ വേഗത്തിൽ ഉത്തേജിപ്പിക്കും. അതെന്താണെന്ന് പങ്കാളി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ചില സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് കുറച്ച് ഹാർഡായിട്ട് പിടിക്കുന്നതാണ് ഇഷ്ടം. സോഫ്റ്റായിട്ട് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് ഹാർഡായിട്ട്, അതുപോലെ തന്നെ കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കുക, കുറച്ച് റഫായിട്ട് പെരുമാറുന്നതാണ് ഈ സമയത്ത് മാത്രം അവർക്കിഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, വളരെ സോഫ്റ്റായിട്ട്, ഈ സമയത്ത് വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്ന ഇഷ്ടം. അതുപോലെ പിടിക്കുന്നതൊക്കെ ആണെങ്കിൽ ഒരു ഫെദർ ടച്ച് പോലെ സോഫ്റ്റായിട്ട് പിടിക്കുന്ന ഇഷ്ടം. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ചും അങ്ങനെയാണ്, ഈ സമയത്ത് അവരുടെ സാധനത്തിൽ കുറച്ച് ഹാർഡായിട്ട് പിടിക്കുന്ന ഇഷ്ടം. ആ സമയത്താണ് കൂടുതൽ ഉത്തേജനം ഉണ്ടാകുന്നത്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, വളരെ സോഫ്റ്റായിട്ട് പിടിച്ചാൽ മതി. അതുപോലെ ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുരുഷ പങ്കാളി ചെയ്യുമ്പം ഇഷ്ടമില്ല എന്ന രീതിയിൽ പ്രതികരിക്കും. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ അവരെ ഇങ്ങനെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോടും ചെയ്യിപ്പിക്കുന്നതിനോടുമൊക്കെയാണ് അവർക്കിഷ്ടം. ഇതേ രീതി തന്നെ പങ്കാളിയായിട്ട് ആസ്വദിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അതുപോലെ നമ്മൾ റിലാക്സ് ചെയ്ത് വളരെ സന്തോഷമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് കൂടുതൽ സെക്രീറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡൊപ്പാമൈൻ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ നമ്മളെ അതിന് സഹായിക്കും. ആക്ച്വലി ഈ ലൂബ്രിക്കേഷൻ നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതുണ്ടാകണമെങ്കിൽ ബോഡി നന്നായിട്ട് വാമപ്പ് ആകണം, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടണം. പ്രത്യേകിച്ചും പെൽവിക് ഏരിയയിൽ, അതുപോലെ യോനി ഭാഗത്തൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ. ചില സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. ഈ സമയത്ത് ലിംഗം പ്രവേശിപ്പിക്കുമ്പം ഒരു ഇറിറ്റേഷനും ഒരു ചെറിയ പെയിനും ഒക്കെ അനുഭവപ്പെടും. കഴിഞ്ഞ ആഴ്ച ഒരു യുവതിയെ പരിചയപ്പെട്ടു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഇതേ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ആ ഫോർപ്ലേ സമയത്തൊന്നും ശരിയായ രീതിയിലുള്ള ലൂബ്രിക്കേഷൻ വരുന്നില്ല. ലൂബ്രിക്കേഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്ക് തുടച്ച് കളയാറുണ്ട്. എന്നാൽ ഒട്ടുമില്ലാത്ത അവസ്ഥ ഒരു അരോചകത്വമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് നാളായിട്ട് അവരിൽ അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ പങ്കാളിക്ക് അത്യാവശ്യം ഇറക്ഷനുണ്ട്, ടൈമിംഗ് ഉണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ പുള്ളിക്കാരെ ഫോർപ്ലേ ചെയ്യുന്ന രീതിയാണ് ഇവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നത്.
യഥാർത്ഥത്തിൽ നല്ലൊരു കളി കളിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് യോനി നന്നായിട്ട് നനയുന്നത്. ആക്ച്വലി അത് ശരീരത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ അവരിതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്ന മൂഡുണ്ടാക്കുന്ന ഒരു ഫോർ പ്ലേ അല്ല പങ്കാളിയിൽ നിന്നും കിട്ടുന്നത്. ഇതിനെപ്പറ്റി 1-2 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർ പ്ലേ സമയത്താണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ വരുന്നത്, ഫാൻറ്റസി വരുന്നത്. ചിലപ്പം നമ്മൾ പറയുന്ന ഒരു ഇഷ്ടമായിരിക്കത്തില്ല വേറൊരാൾക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നത്. ഈ ചിലവരെ കണ്ടിട്ടില്ലയോ, സംതൃപ്തമായ ലൈംഗിക ജീവൻ നയിക്കുന്നവർ, വളരെ ഹാപ്പി ആയിട്ടുള്ള, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും ഏത് രീതിയാണ് പങ്കാളിക്കിഷ്ടം. ആ രീതി തന്നെയായിരിക്കും അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളിൽ അത് മാറിക്കോളും. അതുപോലെ ലൈംഗികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ മാറ്റം വരുന്നുണ്ട്, പ്രകടമായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ചെയ്യുന്നതിനകത്ത്, കാര്യത്തിനകത്ത്, താല്പര്യത്തിനകത്ത്, അതുപോലെ ഉത്തേജിപ്പിക്കുന്ന രീതിക്കകത്ത്. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ഫാൻറ്റസിയിൽ വരെ കാലാകാലങ്ങളിൽ മാറ്റമുണ്ട്. അതുപോലെ അവരുടെ പങ്കാളി ചെയ്യുന്ന 2 കാര്യം ഇറിറ്റേഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ചുണ്ടിലിങ്ങനെ കിസ് ചെയ്യുന്നത്, ചുണ്ടിലിങ്ങനെ ചപ്പി വലിച്ച് കിസ് ചെയ്യുന്ന രീതി. പിന്നെ മറ്റൊന്ന്, പങ്കാളി വിരലുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, തുടക്കത്തിൽ തന്നെ. എന്നാൽ ഈ 2 കാര്യം സ്ഥിരമായിട്ട് ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരൻ ചെയ്യാറുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് പുള്ളിക്കാരന് ഇഷ്ടമാണ്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ പുരുഷൻ വിചാരിക്കുന്നത് ഇത് അവരും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്നത് അവർ വിരൽ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്, പക്ഷേ ചില പ്രത്യേക രീതിയിലാണെന്ന് മാത്രം. എന്ന് വെച്ചാൽ പുറമേ കുറച്ച് സമയം സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നതിനോടാണ് ഇഷ്ടം. എന്നാൽ ഇവർക്ക് ഏറ്റവും താല്പര്യം മാറിടങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയോടാണ്. അതിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് അതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്. തന്നെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫാൻറ്റസികൾ കണ്ടിട്ടുണ്ട്. അപ്പം നേരത്തെ മുതലേ സ്വയംഭോഗം ചെയ്യുമ്പോഴും ആ ഭാഗത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഒരു മെയിൻ ഉത്തേജന ഭാഗം അതാണ്. ചിലർക്ക് ഈ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ആക്ച്വലി ഈ ലൂബ്രിക്കേഷൻ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കുന്നതല്ലല്ലോ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സുഖം കൊണ്ട് ശരീരം ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്, മറ്റെല്ലാ കാര്യങ്ങളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഇതിനകത്തേക്ക് ലയിച്ചു ചേരണം. അതുപോലെ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയോടാണ് ഇഷ്ടം, അതുകൊണ്ട് പങ്കാളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, കളി തുടങ്ങുമ്പം ഇഷ്ടപ്പെട്ട രീതി ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ തുടക്കത്തിൽ ചെയ്യാൻ നോക്കുകയും ചെയ്യരുത്. പലർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് തുടക്കത്തിലെ തന്നെ അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. അതുപോലെ ചില കാര്യങ്ങൾ കുറച്ച് ചൂടായതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. ഇനി എക്സ്ട്രാ ലൂബ്രിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ സലൈവയേക്കാൾ നല്ലത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്. പലരും സലൈവ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ നല്ലത് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. ആക്ച്വലി ഈ ലൂബ്രിക്കേഷൻ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. എന്ന് വെച്ചാൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, ഇനി മുന്നോട്ട് പോകാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. തന്നെയുമല്ല, നമ്മളിൽ ആ മൂഡ് ക്രിയേറ്റ് ചെയ്തു എന്നതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ്, ശരീരം കാണിക്കുന്ന ഫസ്റ്റ് റെസ്പോൺസാണത്. അപ്പോൾ എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.